ഈ ലോഗോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു പൂച്ച, ഒരു ലോഗോ, ഒരു കഥ. അതാണ് കാലാപ്പൂച്ച അല്ലെങ്കിൽ ലാപ്പോച്ച. ആ കഥ എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ പറയാം. ഇവിടെ ഈ ലോഗോയിലേക്കുള്ള യാത്ര തുടങ്ങിയത് ഒരു കുട്ടിയുടെ സ്വപ്നത്തിൽ നിന്നാണ്. ഉടമയുടെ മകൻ ഒരു ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞു, കാലാപ്പൂച്ച. കാല എന്ന വാക്കിന് ഹിന്ദിയിൽ കറുപ്പ് എന്നും പൂച്ച എന്ന മലയാളത്തിലെ വാക്കും യോജിച്ചായിരുന്നു ഈ കാലാപ്പൂച്ച എന്ന് പറയുന്ന നാമം രൂപപ്പെട്ടത്. അങ്ങനെ രണ്ട് വാക്കുകൾ ചേർന്ന് ഈ ബ്രാൻഡ് നാമം പിറന്നു. എൻ്റെ ഡിസൈൻ ജേണിയിലെ എക്സ്പീരിയൻസുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാലാപ്പൂച്ച എന്ന നാമം യഥാർത്ഥത്തിൽ ഒരു ഫാഷൻ ബ്രാൻഡാണ്. അതിൻ്റെ ലോഗോ തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലോഗോയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ രണ്ടക്ഷരമായ KA ഇവിടെ സൈലൻ്റ് ആണ്. ഈ സൈലൻ്റ് ആയിരിക്കുന്ന എലമെൻസുകളെ മറച്ചു പിടിക്കുമ്പോൾ ഏതൊരു ഓഡിയൻസും വായിക്കും ലാപ്പോച്ച. ഈ ലോഗോയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, അന്യരാജ്യക്കാരൻ പോലും ഈ ലോഗോയെ ദർശിക്കുമ്പോൾ അതിൽ ഒരു പൂച്ചയെ കാണുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലോഗോ ഫാഷൻ പ്രിയർക്കും ഫ്രീക്കർക്കും പ്രചോദനമാകുന്നു. ബ്രാൻഡിൽ KA എന്ന് ഉച്ചരിക്കുമ്പോൾ അത് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മഹാഭാരതത്തിലെ അർജുനൻ്റെ അമ്പും വില്ലുപോലെ ഈ ബ്രാൻഡിനും ഒരു ദിശയുണ്ട്. പറഞ്ഞു വരുന്നത് കാലാപ്പൂച്ച അന്ധവിശ്വാസങ്ങളെ മറികടക്കാനും തയ്യാറാണ്. ഒരു പൂച്ച യാത്രാമധ്യേ വഴിമുറിച്ച് കടക്കുമ്പോഴും ഇത് വിജയത്തിൻ്റെ മാർഗമായി മാറ്റാം. ഈ ബ്രാൻഡിൻ്റെ പ്രചോദനങ്ങൾ സ്കോട്ട്ലാൻഡിലെ ലെതറുകളുടെ മരങ്ങൾക്കടിയിലുള്ള ശേഖരങ്ങളിൽ നിന്നായിരുന്നു. അവിടെയായിരുന്നു പൂച്ചകളുടെ വാസസ്ഥാനം. വാസ്തവത്തിൽ പൂച്ചകളുടെ കഥ ഇവിടെ ഒരുപാട് ആഴത്തിലുള്ളതാണ്. അൺഅഗ്രസീവ് പാഷൻ എന്ന് പറയുന്ന ടാഗ് ലൈനോടുകൂടി ഈ ബ്രാൻഡ് രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഇത് ആഗ്രഹങ്ങളുടെ അവസാനത്തെ വാക്കാണ്. നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡും ഇതുപോലെ വ്യത്യസ്തമാക്കപ്പെടും. കാലാപ്പൂച്ച അല്ലെങ്കിൽ ലാപ്പോച്ച ഒരു ഫാഷൻ വിപ്ലവത്തിൻ്റെ പേര്. നിങ്ങൾക്കും ഈ യാത്രയിൽ ഭാഗമാകാം.